സമരപന്തലിൽ നിന്ന് വീടുകളിലേക്ക് പോകുന്ന ആശാപ്രവർത്തകർ സമരമുഖത്തുള്ളവർ പലപ്പോഴും സ്വന്തം വീട്ടിൽ ചിലവഴിക്കുന്നത് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. അവകാശ പോരാട്ടത്തിനിടയിൽ കാത്തിരിക്കുന്ന മുഖങ്ങൾ തേടി അവർക്ക് പോകാതിരിക്കാനാകില്ല. ഒരു മാസത്തിലധികമായി ഇതാണ് ഇവരുടെ ഇടം. ഞാനിപ്പം 3 ദിവസം കൂടുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നു. അവിടെ രാത്രി കിടന്നിട്ട് രാവിലത്തെ 5:30-ക്കുള്ള ബസ്സിൽ വരുമായിരുന്നു. വന്ന് ഇവിടെ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വീണ്ടും 10 മണിയാകുമ്പോൾ വീണ്ടും സമരപന്തലിലെത്തും. നിരാഹാരം തുടങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നില്ല. ഇടയ്ക്കൊന്ന് വന്നതേ ഉള്ളൂ. പിന്നെ ഇന്ന് 3 ദിവസം അവിടെ ആയിരുന്നു. ഉറക്കമില്ലായ്മയുടെ അടയാളം കണ്ണിന് ചുറ്റും കാണാം. ഓരോ പ്രഭാതത്തിലും ദിവസത്തിന്റെ അക്കങ്ങൾ മാറിക്കൊണ്ടിരുന്നു. യാത്രയിൽ ചിന്തകൾ വേഗത്തിലോടും. മാർച്ച് 15-ലെ ചർച്ചയിൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയതാണ്. ഇപ്പം 38 ദിവസം ആയപ്പോൾ നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും അവർ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ടായിരിക്കും ഞങ്ങളെ വിളിക്കുന്നത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് പോയത്. ചർച്ച പരാജയമായി വെളിയിൽ വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങ് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് കരഞ്ഞു പോയത്. പിന്നെ പന്തൽ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു, കൂട്ടക്കരച്ചിലായിരുന്നു എന്ന് തന്നെ പറയാം. വീട്ടിൽ ഇവിടെ എല്ലാവരും രോഗികളാണ്. അമ്മ സുഖമില്ലാത്തതാണ്, അമ്മ ക്യാൻസർ പേഷ്യൻറ്റ്. അച്ഛന് 3 വർഷമായി സ്ട്രോക്ക് വന്നു. പിന്നെ ഹസ്ബൻഡ് ഡയാലിസിസ് പേഷ്യൻ്റാണ്. ചായ കുടിച്ചോ? വീട്ടിൽ ഏകദേശം 2-3 മണിക്കൂറേ ഞാൻ ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അവിടെയാണ്. വരുന്ന സമയത്ത് ഒന്ന് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ അമ്മയെ സഹായിക്കും. പിന്നെ അലക്കലുണ്ട്, അതെല്ലാം അലക്കി തുണിയൊക്കെ അലക്കിയിട്ടിട്ട് പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ജോലി തീർക്കാം, അത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. താൽക്കാലികമായി മടങ്ങുമ്പോൾ വീട്ടിലും സമരപന്തലിലും ഉയരുന്നത് ഒരേ ചോദ്യമാണ്. ഞാൻ രാത്രിയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, എപ്പോഴും വരും. എനിക്കും ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ക്യാൻസറാണ്, അസുഖത്തിൻ്റെ ഇത് വെച്ച് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് അതിലൊരുപാട് പൈസയൊക്കെ ചിലവായി. അവൾ വസ്തു പണയം വെച്ചാണ് കുറേ പൈസയൊക്കെ ചിലവാക്കി. പിന്നെ കഴിഞ്ഞ 7-ാം തീയതി പോകാനുള്ളതായിരുന്നു. അവളിവിടെ ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല ആശുപത്രിയിൽ. തിടുക്കത്തിൽ മടങ്ങാൻ തയ്യാറെടുത്താണ് ഇവർ ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് എത്തുന്നത്. അധികം താമസമില്ല, വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. എങ്കിലും ആശാപ്രവർത്തക ഈ ഗേറ്റും കടന്ന് സമരപന്തലിലേക്ക് നീങ്ങും. പല വീടുകളിലെയും കാഴ്ച ഇതാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്ന ബോധ്യം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇപ്പോഴും ആ സമരം തുടരുന്നത്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.